ശ്രീ പി ടി ആചാരി, ഗവർണറുടെ ഭരണഘടനാ വിരുദ്ധ നടപടികളിൽ കേന്ദ്ര ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ ഇപ്പോൾ രാഷ്ട്രപതിക്ക് കത്തയച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. കുറച്ച് ദിവസങ്ങളായി ഗവർണറുടെ നീക്കങ്ങൾ, അദ്ദേഹം നടത്തുന്ന പ്രോട്ടോകോൾ ലംഘനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏറെ ചർച്ചാ വിഷയമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ സർക്കാർ ഇങ്ങനെ ഒരു നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നത്. എങ്ങനെയാണ് നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ടത്? എന്റെ അഭിപ്രായം ഞാൻ പല പ്രാവശ്യം ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. ആർട്ടിക്കിൾസ് എഴുതിയിട്ടുണ്ട്, ഞാൻ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്റെ അഭിപ്രായത്തില് ഗവർണർക്ക് എതിരായിട്ട് ഗവർണറെ നീക്കണം എന്നുള്ള ഒരു ഡിമാൻഡ് കേരള ഗവൺമെന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ അതില് അൺനാച്ചുറലായിട്ട് യാതൊന്നുമില്ല. അത് ശരി തന്നെയാണ് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. കാരണം ആർട്ടിക്കിൾ 355 അനുസരിച്ച് ഒരു സംസ്ഥാനത്തെ ഭരണഘടന അനുസരിച്ച് നടക്കുന്നു എന്ന് ഉറപ്പുവരുത്താനുള്ള ചുമതല കേന്ദ്ര ഗവൺമെന്റിനുണ്ട്. അപ്പോൾ ഒരു സംസ്ഥാനത്തെ ഭരണം ഗവർണർ സ്തംഭിപ്പിക്കുകയാണെങ്കിൽ പിന്നെ നാച്ചുറലി സ്റ്റേറ്റ് ഗവൺമെന്റിൽ പിന്നെ കേന്ദ്രത്തിനെ സമീപിക്കല്ലാതെ നിവൃത്തിയില്ലല്ലോ. അപ്പോൾ പ്രസിഡന്റ് അല്ല ഇദ്ദേഹത്തിനെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നാച്ചുറലി പ്രസിഡന്റിന്റെ അടുത്ത് പോയേ പറ്റുള്ളൂ. അദ്ദേഹത്തിനോട് പറയുക, ഇങ്ങനെ ഒരു ഭരണസ്തംഭനം, കോൺസ്റ്റിറ്റ്യൂഷണൽ ക്രൈസിസ് ഉണ്ടാക്കിയിരിക്കുകയാണ് ഗവർണർ. അപ്പൊ അതുകൊണ്ട് ഒന്നുകിൽ ഗവർണർക്ക് വേണ്ട ഡയറക്ഷൻ കൊടുക്കണം, അല്ലെങ്കിൽ ഗവർണറെ റിമൂവ് ചെയ്യണം. ഇങ്ങനൊരു ഡിമാൻഡ് സംസ്ഥാനത്ത് നിന്ന് പോകുന്നെങ്കിൽ അതിൽ ഒരു തെറ്റുമില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. സർക്കാരിന്റെ ആവശ്യം, അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന കൃത്യമായ തെളിവുകളും സാഹചര്യവും ഒക്കെ നമുക്ക് മുൻപിലുണ്ട്. രാഷ്ട്രപതിക്ക് ഇത്തരത്തിലൊരു കത്ത് പോകുമ്പോൾ അത് അടുത്ത ഘട്ടത്തിലേക്ക് എങ്ങനെ പോകുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഈ കടുത്ത നടപടികളിലേക്ക് പോകുന്നു. താങ്കൾ പറഞ്ഞതുപോലെ ഗവർണറെ മാറ്റണം എന്നൊരു ആവശ്യം ഉന്നയിക്കുകയാണെങ്കിൽ അതിന്റെ ഒരു സാഹചര്യം മനസ്സിലാക്കുന്ന തരത്തിലുള്ള വിഷയങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നിട്ടുമുണ്ടല്ലോ. അതെ, അപ്പൊ അതിന്റെ ബേസിലാണ് വെറുതെ അങ്ങ് ഗവർണറെ റിമൂവ് ചെയ്യാൻ പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിന് വളരെ മെറ്റീരിയലായ അതിനാവശ്യമുള്ള മെറ്റീരിയൽ വേണം. അതിന് ഒരു ഒബ്ജക്റ്റീവ് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് വ്യക്തതയോടുകൂടി പറയേണ്ട ആവശ്യമുണ്ട്. പക്ഷേ പ്രസിഡന്റ് അതെങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ളതിനെ കുറിച്ചൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം പ്രസിഡന്റ് അല്ലല്ലോ തീരുമാനിക്കുന്നത്, അത് കേന്ദ്ര ഗവൺമെന്റാണ് തീരുമാനിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റിന് അക്കാര്യത്തിൽ വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്നും പറയാൻ പറ്റില്ല. നന്ദി ശ്രീ പി ടി ആചാരി ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന്.